പുരുഷന്മാർക്ക് മാത്രമാണ് മാസ്റ്റർബേഷൻ അഡിക്ഷൻസ് ഉള്ളത്. സ്ത്രീകൾക്ക് അങ്ങനെയൊന്നുമില്ല എന്നാണ് മിക്ക ആളുകളും വിചാരിക്കുന്നത്. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ആരും പൊതുവെ പുറത്ത് പറയാറില്ല. നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് പറയാനോ അതിനെക്കുറിച്ച് സംസാരിക്കാനോ പൊതുവെ ആരും തയ്യാറാവില്ല എന്നതാണ് സത്യം. സ്ത്രീകൾ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു പറയാൻ താല്പര്യപ്പെടുന്നില്ല. പുരുഷന്മാർക്ക് മാസ്റ്റർബേഷൻ അഡിക്ഷൻസ് എത്രത്തോളം ഉണ്ടാകുന്നുവോ അത്രത്തോളം സ്ത്രീകൾക്കും ഈ അഡിക്ഷൻസ് ഉണ്ട്. ഫോറിൻ കൺട്രീസിൻ്റെ കാര്യത്തിൽ ഇതൊക്കെ വളരെ സർവ്വസാധാരണമാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് പുറത്തു പറയാൻ മടിയുണ്ടാവില്ല. പക്ഷേ ഇന്ത്യയിലുള്ള സ്ത്രീകൾക്ക് ഇതെല്ലാം പുറത്തു പറയാൻ മടിയാണ്. ഈ ഒരു വിഷയം കേൾക്കുമ്പോഴും ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അവർക്ക് ഇറിറ്റേഷനാണ് ഉണ്ടാവുക. ഇങ്ങനെയെല്ലാം ഉണ്ടെങ്കിലും പുരുഷന്മാർ മാസ്റ്റർബേഷൻ ചെയ്യുന്നത് പോലെ സ്ത്രീകളും മാസ്റ്റർബേഷൻ ചെയ്യാറുണ്ട്. നമ്മളൊരു കാര്യം ഒരുപാട് പ്രാവശ്യം ചെയ്യുമ്പോൾ അത് അഡിക്ഷനിലേക്കാണ് അവസാനം കൊണ്ടെത്തുന്നത്. യഥാർത്ഥത്തിൽ മാസ്റ്റർബേഷൻ എന്നത് ഒരു പ്ലഷറാണ്. അത് നമുക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണ്. സയൻറ്റിഫിക്കായി പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഓക്സിറ്റോസിൻ, എൻഡോർഫിൻ, ഡോപ്പമീൻ തുടങ്ങിയ ഹോർമോൺസ് ഉണ്ടാകും. ഇതിൽ ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ആകുമ്പോൾ നമ്മുടെ മൈൻഡിൽ പ്രഷർ ഉണ്ടാകും, ബോഡിയിൽ ഒരു പ്രഷർ ഉണ്ടാകും, ഇമോഷണലായും ഒരു പ്രഷർ ഉണ്ടാകും. ഇത് മൂന്നും കൂടി ചേരുമ്പോൾ നമുക്ക് ഹാപ്പി ഫീലാണ് ഉണ്ടാവുക. സോ ഈ മാസ്റ്റർബേഷൻ എന്നൊരു കാര്യം സെൽഫ് സ്റ്റിമുലേഷൻ ചെയ്ത് ലഭിക്കുന്ന ഒന്നാണ്. ഇതെങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഒരു ഹാബിറ്റ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇതെന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് ഇതൊരു ഡെയിലി ഹാബിറ്റായി മാറുന്നു. നമ്മളിപ്പോൾ കോഫി കുടിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് ദിവസവും ഇത് കുടിക്കാൻ തുടങ്ങും. സ്മോക്കിങ്ങും അതുപോലെ തന്നെയാണ്. പോൺ വീഡിയോസിൻ്റെ കാര്യമാണെങ്കിൽ വളരെ ചെറിയ രീതിയിൽ കണ്ട് അത് പിന്നീട് അഡിക്ഷനിലേക്ക് പോകുന്നു. സ്ത്രീകളുടെ കാര്യത്തിൽ മാസ്റ്റർബേഷൻ ചെയ്തതിന് ശേഷം അവർ എന്താണ് ചിന്തിക്കുന്നതെന്തെന്നാൽ, ഞാൻ എന്താ ഇങ്ങനെ, ഞാൻ തെറ്റാണ് ചെയ്യുന്നത്, ഞാൻ മാത്രമാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതും ചെയ്യുന്നതും, മറ്റുള്ളവർ ഒന്നും ഇങ്ങനെയല്ല എന്നൊക്കെ സെൽഫ് ക്രിറ്റിസിസം ചെയ്യാൻ തുടങ്ങും. അവർക്ക് തന്നെ ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാകാൻ തുടങ്ങും. താൻ ചെയ്ത കാര്യത്തിന് സ്വയം അവരെ തന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. അവസാനം മാനസികമായി അവരെ ബാധിക്കാൻ തുടങ്ങും. ഇത് ചെയ്തതിനു ശേഷം മറ്റുള്ള വിഷയങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് വർക്ക്, സ്റ്റഡി, ഫാമിലി, ഫ്രണ്ട്സ് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം മാനേജ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് അഡിക്ഷൻ അല്ല. നിങ്ങൾക്കൊരു സമയത്ത് മാസ്റ്റർബേഷൻ ചെയ്യണമെന്ന് തോന്നുമ്പോൾ നിങ്ങൾ പ്രൈവസിയാണ് ആദ്യം നോക്കുന്നത്. തനിച്ചിരിക്കാനുള്ള വഴിയാണ് ആദ്യം നോക്കുന്നത്. ആ ഒരു എൻവയൺമെൻറ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. എല്ലാവരിൽ നിന്നും നിങ്ങൾ അകന്നിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും. പക്ഷേ ആ ഒരു ഹാപ്പിനെസ് നിങ്ങളെ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരും. പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിനെ കാണുമ്പോഴോ ഫ്രണ്ട്സിനെ കാണുമ്പോഴോ നിങ്ങൾക്ക് സ്വയം ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള കുറ്റബോധം എപ്പോഴും തോന്നിക്കൊണ്ടേയിരിക്കും. ഇതിനെയാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. ഇത് സൈക്കോളജിക്കലി എല്ലാവരിലും ഉള്ള കാര്യമാണ്. ഇത് സ്കൂൾ ടൈമിൽ തുടങ്ങി ഒരു പ്രായമാകുമ്പോൾ അതിൽ നിന്നും പുറത്തു വരാൻ പറ്റാത്ത ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ടാകും. അവർക്കൊരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല. ഞാൻ തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്ക് ഫാമിലിയില്ല, ഫ്യൂച്ചറില്ല എന്നൊക്കെ ചിന്തിച്ച് ഈ ഒരു മനോവിഷമം അവർക്കുള്ളിൽ എന്നും ഉണ്ടാകും. അത് അവരുടെ ഫേസ് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. എന്തോ ഒരു കാര്യം അവരുടെ ലൈഫിൽ സംഭവിച്ചതുപോലെ അവർ എപ്പോഴും സാഡായിട്ടായിരിക്കും ഉണ്ടാവുക. ചില സ്ത്രീകളെ നോക്കുകയാണെങ്കിൽ അവർ വളരെ ബോൾഡായിരിക്കും. അവരെ ഇതത്ര ബാധിക്കില്ല. കാരണം അവർക്ക് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാകും, നോളജ് ഉണ്ടാകും. ചിലർ വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ളവർ ആയിരിക്കാം. അവർക്കിത് വളരെ തെറ്റായിട്ടായിരിക്കും തോന്നുന്നുണ്ടാവുക. ഏതെങ്കിലും പ്രോബ്ലത്തിൽ നിന്ന് റിലീഫ് കിട്ടാൻ വേണ്ടി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നവർ ഉണ്ടാകാം. ചില ഗേൾസ് ചിന്തിക്കുന്ന എന്തെന്നാൽ, എനിക്ക് ഭംഗിയില്ല, എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ല, ഞാൻ സ്മാർട്ടായിട്ടുള്ള ആളല്ല എന്നൊക്കെ ചിന്തിച്ച് അവസാനം മാസ്റ്റർബേഷനിലേക്ക് എത്തുന്നു. പക്ഷെ അത് ചെയ്ത് ലാസ്റ്റ് ഒറ്റപ്പെട്ട ഒരു ഫീലും പേരൻസിൻ്റെ അടുത്ത് എന്തോ മറച്ചു വയ്ക്കുന്ന പോലെ, താൻ എന്തോ സ്വന്തം ശരീരത്തോട് തെറ്റ് ചെയ്ത പോലെ, ഫ്യൂച്ചറിൽ എൻ്റെ മാരേജ് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നൊക്കെ ചിന്തിക്കും. നിങ്ങളിപ്പോൾ ഫ്രണ്ടിൻ്റെ കൂടെ ഒരു മാരേജ് ഫംഗ്ഷന് പോയാലും ഈ ഒരു തോട്ട് തന്നെയായിരിക്കും മൈൻഡിൽ ഉണ്ടാവുക. താൻ തെറ്റ് ചെയ്തു എന്നൊരു ചിന്ത അവർക്കുള്ളിൽ ഉണ്ടാകും. എല്ലാവരും ഹാപ്പി ആയിരിക്കുമ്പോൾ ഇവർ മാത്രം വളരെ മൂഡ് ഓഫ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. മറ്റുള്ളവരും മാസ്റ്റർബേഷൻ ചെയ്യുന്നുണ്ടാകും. അതൊന്നും ആരും പുറത്ത് പറയാറില്ല. പക്ഷേ ഇത്തരത്തിൽ ഓവറായി ചിന്തിക്കുന്നവർക്ക് ലൈഫിൽ ഒരു സന്തോഷവും ഉണ്ടാവില്ല. ഒരു കാര്യവും എൻജോയ് ചെയ്യാൻ കഴിയില്ല. സെൽഫ് കോൺഫിഡൻസ് ലെവൽ നല്ല രീതിയിൽ കുറയാൻ തുടങ്ങും. ലൈഫിൽ ഒരു എയിമോ പ്ലാനിങ്ങോ അവർക്കുണ്ടാവില്ല. ടാലൻ്റ് ഉണ്ടായാൽ പോലും അത് പുറത്ത് കാണിക്കാൻ പറ്റാതെ കുറ്റബോധം കൊണ്ട് വളരെ സൈലൻ്റായി മാറാൻ തുടങ്ങും. മാസ്റ്റർബേഷൻ അഡിക്ഷനിലാണ് താൻ എന്നൊരു സ്ത്രീ മനസ്സിലാക്കിയാൽ അതിൽ നിന്നും പുറത്തു വരാനുള്ള മാർഗങ്ങളാണ് ആദ്യം നോക്കേണ്ടത്. റിയൽ ലൈഫിൽ ഇത് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതിൽ നിന്നും പുറത്തു വരാനായി നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് ആവശ്യമാണ്. അതിനായി നിങ്ങൾക്കൊരു മെൻറ്ററിൻ്റെ സപ്പോർട്ട് തേടാവുന്നതാണ്. രണ്ടാമതായി, തനിച്ചിരിക്കുന്ന ശീലം ഒഴിവാക്കുക. അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ തോന്നില്ല. ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. സോ ഫസ്റ്റ്, തനിച്ചിരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കുക. അഥവാ അങ്ങനെ ഉണ്ടായാൽ
മാസ്റ്റർബേഷൻ ചെയ്യാൻ ട്രിഗർ തരുന്ന കാര്യങ്ങൾ കാണാൻ പാടില്ല. നമ്മുടെ ശരീരത്തിനും മൈൻഡിനും സുഖം തരുന്ന കാര്യങ്ങളിൽ ഈ ഒന്ന് മാത്രമല്ല ഉള്ളത്, മറ്റൊരുപാട് കാര്യങ്ങൾ കൂടെയുണ്ട്. നമ്മുടെ ബോഡിയിലുള്ള ഓക്സിറ്റോസിൻ ഒരു ലവ് ഹോർമോണാണ്. അതിനെ ക്യുഡിൽ ഹോർമോൺ എന്ന് പറയുന്നു. നമ്മൾ ഭൂരിഭാഗം ആളുകളും വിചാരിക്കുന്നത് മാസ്റ്റർബേഷൻ മാത്രമാണ് നമുക്ക് ഹാപ്പി ഫീലിംഗ് തരുന്നത് എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇത് വെറും ഒരു തെറ്റിദ്ധാരണയാണ്. പെറ്റ്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോവുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുക, അതായത് ഗാർഡനിങ്, ബുക്സ് വായിക്കുക, ലൈഫ് ലോങ് ആയി നിങ്ങൾക്ക് വേണ്ട ഗോൾ, അച്ചീവ്മെൻറ്റ്സ് തുടങ്ങിയവ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് ഡൈവേർട്ട് ആകും. നിങ്ങളുടെ ബ്രെയിൻ ഹാപ്പി ഹോർമോൺസ് വേണമെന്ന് പറയുമ്പോൾ മാസ്റ്റർബേഷനിലൂടെ മാത്രമല്ല അത് നൽകാൻ കഴിയുന്നത്. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൂടെയും സന്തോഷം കണ്ടെത്താൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഫിസിക്കലായിട്ടുള്ള ഏജിൽ മാസ്റ്റർബേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് യോഗ, സ്വിമ്മിങ്, സൈക്ലിംഗ് തുടങ്ങിയ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. കൂടാതെ ജിമ്മിൽ പോകാം. ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ് കൂടുതലായി ചെയ്യാൻ തുടങ്ങുക. ഇത് ബോഡിയിലുള്ള എനർജിയെ ഡ്രെയിൻ ഔട്ട് ചെയ്യും. സോ നമ്മുടെ മെറ്റബോളിസം ഈക്വലായി ആ ഹോർമോൺസിനെ ബാലൻസ് ചെയ്യും. മറ്റൊരു കാര്യം, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അതുപോലെ ഫോണിലോ സിസ്റ്റത്തിലോ ഉള്ള അഡൽട്ട് മൂവി കണ്ടന്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആദ്യം ഡിലീറ്റ് ചെയ്യുക. പോൺ കാണുന്ന ശീലം ആദ്യം നിർത്തുക. അതിനുശേഷം ലൈഫിൽ ചെറിയ ചെറിയ ചേഞ്ചസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. മെഡിറ്റേഷൻ, യോഗ, ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ഹെൽത്തി ഫുഡ്സ്, പിന്നെ തനിച്ചിരിക്കാതെ മറ്റുള്ളവരുമായി മിങ്കിളാവാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്താലും ഈ അഡിക്ഷൻസിൽ നിന്നും പുറത്തു വരാൻ സാധിക്കും. പുരുഷന്മാരുടെ കാര്യം നോക്കിയാൽ അവർക്ക് മാസ്റ്റർബേഷനിൽ നിന്ന് പുറത്തു വരാൻ പൊതുവെ കുറച്ച് ടൈം എടുക്കും. പക്ഷേ കറക്റ്റായുള്ള ഗൈഡ് ലൈൻസ് ഉണ്ടെങ്കിൽ 1 or 2 months ഇതിനുള്ളിൽ നിന്നും പുറത്തു വരാൻ പറ്റും. മാസ്റ്റർബേഷൻ അഡിക്ഷൻ ഉള്ളവർക്ക് ഗിൽറ്റി ഫീലിങ്സ് ഉണ്ടാകും. അവരുടെ മൈൻഡ് വളരെ മോശമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇത്തരത്തിലുള്ള തോട്ട്സ് മാറ്റിയെടുക്കാനായി ഒരു പ്രഷർ പോയിന്റ് ഞാൻ പറയാം. അഡിക്ഷൻസ് ഉള്ളവർക്ക് അതിൽ നിന്നും മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴിയാണിത്. നമ്മുടെ കയ്യിലെ കൈപ്പത്തിക്ക് താഴെയായി 3 വിരൽ ഹോറിസോണ്ടലായി വയ്ക്കുക. 3ാമത്തെ വിരലിലുള്ള ഭാഗത്താണ് പ്രഷർ പോയിന്റ് വരിക. അവിടെ തള്ളവിരലോ ഇൻഡെക്സ് ഫിംഗറോ ഉപയോഗിച്ച് പ്രസ് ചെയ്യുക. ഇത് 2 കൈകളിലും ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ പതുക്കെ ശ്വാസമെടുത്ത് അത് റിലീസ് ചെയ്യുകയും വേണം. ഒരു ദിവസം 1 മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. നൈറ്റിലാണ് ആ ഒരു തോട്ട്സ് വരുന്നതെങ്കിൽ അപ്പോഴും നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയും. ചില പോയിൻറ്റ്സ് പ്രഗ്നൻറ്റ് ലേഡീസിന് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവരൊഴിച്ച് ബാക്കി ആർക്ക് വേണമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് മാനസികമായി വിഷമം ഉണ്ടാകുന്ന സമയത്തും സ്ട്രെസ് ഉണ്ടാകുന്ന ടൈമിലും ദേഷ്യം കൂടുതലായി തോന്നുന്ന സന്ദർഭങ്ങളിലുമൊക്കെ ഇത് ചെയ്യാം. നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. തനിച്ചിരിക്കുന്ന സമയത്ത് ഒരുപാട് ഇമോഷൻസ് ഉണ്ടാകും. ആ ടൈമിൽ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ തൽക്കാലത്തേക്കുള്ള ഒരു ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ടും നിങ്ങൾക്ക് ഈ അഡിക്ഷൻസിൽ നിന്നും പുറത്തു വരാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു മെൻറ്ററിൻ്റെ സപ്പോർട്ട് തേടാവുന്നതാണ്. അതിനായി നിങ്ങൾക്ക് നമ്മുടെ നോഫാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഫ്രണ്ട്സ്, നിങ്ങൾ ഇത്തരത്തിലുള്ള അഡിക്ഷൻസ് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കേരള നോഫാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള അഡിക്ഷൻസിൽ നിന്നും പുറത്തു വരാനായി നമ്മുടെ മെൻറ്റേഴ്സ് നിങ്ങളെ സഹായിക്കുന്നതാണ്. പോൺ അഡിക്ഷൻ, ഫാപ്പിംഗ് തുടങ്ങിയ അഡിക്ഷൻസിൽ നിന്നും പുറത്തു വരാൻ നമ്മുടെ മെൻറ്റേഴ്സ് നിങ്ങൾക്ക് ശരിയായ ഗൈഡ് ലൈൻസ് നൽകുന്നതായിരിക്കും. ഓരോ ദിവസം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുടെ കൃത്യമായ ബ്ലൂ പ്രിൻറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓഡിയോ ബുക്സ്, അഫർമേഷൻസ്, ആർട്ടിക്കിൾസ്, കോഡ്സ്, കമൻട്രീസ്, കോച്ചിങ് സെഷൻസ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ബ്ലൂ പ്രിൻറ്റിൽ അടങ്ങിയിരിക്കുന്നു. കൂടാതെ 10 ഫയർ മോട്ടിവേഷൻ വീഡിയോസും നോഫാപ്പ് സക്സസ് സ്റ്റോറീസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്.